കണ്ണോടാ കരയുന്ന എനിക്ക് ഇഷ്ടമല്ല. കണ്ണോടാ കരയുന്ന ഇഷ്ടമല്ല. ഒരു തെറിവിളി. പക്ഷേ അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി. അങ്ങനെ പറഞ്ഞുകൂടൊന്നും അറിയത്തില്ലേ? ഇയാളെ പിന്നെ എന്തിനാണ് ഇരുന്നത്? ഫസ്റ്റ് ടൈം ആണ് പിന്നെ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നത്. അല്ല, ഇങ്ങനെ പോകാതെ എങ്ങനെ ചാൻസ് കിട്ടും പറ. ഇപ്പം സിനിമയിൽ പോകണമെന്ന് പറഞ്ഞു. ഇപ്പോൾ സിനിമയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു. സിനിമയിൽ പോകുന്നത് സേഫ് അല്ലെന്ന്. എല്ലാവരുടെയും ഡ്രീമാണ് സിനിമ എന്ന് പറയുന്നത് അല്ലേ? പിന്നെ എന്താണ് പിന്നെ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? എന്താണ് സേഫ് ആണെന്നൊക്കെ? അച്ഛന് അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ്. കുറച്ച് പേടിയുണ്ട്, ആ ഒരു ഫീൽഡ് കുറച്ച് പേടിയുണ്ട്. ചെറിയൊരു റോളാണെങ്കിൽ കിട്ടിയിട്ടുണ്ട്, പക്ഷെ എനിക്കൊന്ന് പോകാൻ പറ്റിയില്ല, വയ്യായിരുന്നു. ഏത് സിനിമയായിരുന്നു അത്? മോഹൻലാലിന്റെ സിനിമ. ലാലേട്ടന്റെ പടം. ചെറിയ റോളാണ്. എനിക്ക് അതൊന്നും ചെറുതായിക്കോട്ടെ ഒന്ന് പാസ് ചെയ്താൽ മതി. ലാലേട്ടനുണ്ടെന്ന് പറഞ്ഞാൽ കളഞ്ഞില്ലേ? അത് പോയി. ഹായ്, ഹലോ, നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ പല പുതിയ ന്യൂ ജനറേഷനുള്ള നായികമാരെ കാണിച്ചിട്ടുണ്ട്. അതിൽ ഉപനായികമാരെ അല്ലെങ്കിൽ സഹനടിമാരെയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നായികയാണ് എന്നോടൊപ്പം ഉള്ളത്. നമ്മുടെ ചന്ദ്രികയിലെയും ചന്ദ്രകാന്ത ലൊക്കേഷനിൽ തന്നെയാണ്. ദൃശ്യ, നമസ്കാരം. ദൃശ്യ MS നായർ അല്ലേ? നല്ല സന്തോഷം. കാര്യം ദൃശ്യയുടെ 4ാമത്തെ സീരിയലാണ് ഇതല്ലേ? കാര്യം നമ്മൾ പുതിയതും പഴയതുമായിട്ടുള്ള ആൾക്കാരൊക്കെ എടുക്കും. ഇപ്പൊ എടുക്കുമ്പോൾ ആൾക്കാർ ഇത് ആരാണ്, ഈ പെണ്ണ് എന്തിനാണ്, അങ്ങനെയൊക്കെ കമന്റ്സ് വരും. കമന്റ്സ് വരുന്നിടത്ത് പറയുകയാണ് ഇത് ഒരു ആർട്ടിസ്റ്റ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി അല്ലേ? നിർബന്ധമുണ്ടോ നമ്മുടെ ഇന്റർവ്യൂ കാണണമെന്ന്? ഒന്ന് നിർബന്ധിച്ചാലേ. ദൃശ്യ പറയൂ, ദൃശ്യയുടെ ഇതിനകത്ത് ഗാഥ എന്ന കഥാപാത്രത്തിന്റെ പേരല്ലേ? ഇപ്പം 4ാമത്തെ സീരിയൽ ചെയ്തോണ്ടിരിക്കുന്നത്. സ്റ്റിൽ നോ ഏതൊക്കെയാ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പൊ കോൺസ്റ്റബിൾ മഞ്ജു, പിന്നെ ഇതില് കോൺസ്റ്റബിൾ മഞ്ജു. അത് നല്ല അത്യാവശ്യം നല്ല പോയിക്കൊണ്ടിരിക്കുന്ന സീരിയലാണ്. ഇതും നന്നായിട്ട് പോകുന്നുണ്ട് അല്ലേ? ഇവിടെ എത്ര എപ്പിസോഡായി ഇപ്പം? ഇവിടെ ഞാൻ വന്നിട്ടോ, ഇതിപ്പോ 3ാമത്തെ ഷെഡ്യൂൾ ആകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 15 എപ്പിസോഡ് ആയിക്കോട്ടെ, റൈറ്റ്? എന്താ ചെയ്യുന്നത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞു, PSC കോച്ചിങ്ങിന് പോവായിരുന്നു. പിന്നെ ഇഷ്ടം ആക്ടിംഗ് ആണ്, അങ്ങനെ ഇതിലോട്ട് വന്നു. ഈ ഫേസ് കണ്ടിട്ട് ആരുടെയെങ്കിലും സിമിലാരിറ്റി ഉണ്ടെന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റബിൾ മഞ്ജുവിൽ തന്നെ ഉള്ള ആ പെൺകുട്ടിയുടെ ക്യാരക്ടർ, അതായത് അവളുടെ പേര് നായികയല്ലേ? നായികയുടെ പേരിന്റെ വായിലിരിപ്പുണ്ട്, വായിൽ തുമ്പത്തിരിക്കുന്നത് സ്വാതിയുടെ ഇതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ വേറെ സിനിമയിലാരെങ്കിലും? സിനിമയിലെ പ്രിയങ്ക. അതെ, ഞാൻ പറയാൻ വന്ന അതാണ്. പക്ഷെ പ്രിയങ്കയ്ക്ക് ഇവിടെ താടിയിൽ ചെറിയൊരു ഇതുണ്ട്, പക്ഷെ പ്രിയങ്ക അതേ കട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ ആരെങ്കിലും ആയിട്ട് ദൃശ്യമായിട്ട് സാദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ദൃശ്യമായിട്ട് എന്തെങ്കിലും സാദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൃശ്യമായിട്ട് സാദൃശ്യം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ദൃശ്യമായിട്ട് ആരും സാദൃശ്യപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ബാക്കിയുള്ളവരുമായിട്ട് സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. ചോദിച്ചത് മനസ്സിലായില്ലോ? അതാണ് ചോദ്യം. അപ്പൊ ഞാൻ ചോദിച്ചത് താങ്കളെ പോലെ ഇരിക്കുന്നവരാരും സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ടോന്നാ ചോദിച്ചത്. അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, അതുപോലെ ഇരിക്കുന്നത്. ചുമ്മാ ചോദിച്ചു കേട്ടോ, അതാ പറഞ്ഞത്. ഫസ്റ്റ് ഇന്റർവ്യൂ ആണോ? ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അപ്പം നമ്മുടെ മൂവി വേൾഡ് മീഡിയ അതിന് കടപ്പെട്ടിരിക്കുന്നു. കാര്യം ഈ ഒരു ഇന്റർവ്യൂവിൽ ഒരു ഐശ്വര്യമായിട്ട് മാറട്ടെ. ഇനിയും പല ഇന്റർവ്യൂസ് എടുക്കാൻ ആൾക്കാർ വരട്ടെ കേട്ടോ. ഇതിപ്പം എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു സീരിയല് അടിപൊളിയായിട്ട് പോവാണ്. ഡയറക്ടർ സാറും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ് എല്ലാവരും. ഡയറക്ടറുടെ പേര് ഉണ്ണി. അപ്പം ഇതിന്റെ പ്രൊഡ്യൂസർ സൈഡ് അല്ലെങ്കിൽ കൺട്രോളർ സൈഡൊക്കെ ആരൊക്കെയാണ്? അങ്ങനെ ചോദിക്കരുത്. ആണോ? അത് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ ഡയറക്ടർ മാത്രമാണ്. കുഴപ്പമില്ല. കൺട്രോളർ അദ്ദേഹത്തിന്റെ പേര് ഉണ്ണി തന്നെയാണ്, അദ്ദേഹം നമ്മുടെ ചേട്ടനാണ്. പിന്നെ അതുപോലെ തന്നെ പ്രൊഡ്യൂസർ സാർ JP സാറും, ജയപ്രകാശ് ജയകുമാർ, അദ്ദേഹമാണ് എൻ്റെ പ്രൊഡ്യൂസർ. കണ്ടാ, ഞാൻ എല്ലാം പഠിച്ചിട്ടില്ല. എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് വന്നു. അല്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഈ അഭിനയിക്കുന്ന സമയത്തെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡ് ഔട്ട് ആവുന്ന സമയം ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ വഴക്ക് കേട്ടിട്ടുണ്ടോ? കാര്യം നമ്മൾ ആദ്യ സമയങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഇഷ്ടം പോലെ പെട്ടെന്ന് കരയുന്ന കൂട്ടത്തിലല്ലേ? ഇങ്ങനെ ആക്കിയാൽ മതി, അപ്പോഴേ കരയും. കരയോ? ഇത് വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇന്റർവ്യൂ എടുക്കുമ്പം ചോദ്യങ്ങൾ നിരത്തിക്കൊണ്ട് അങ്ങനൊന്നും വേണ്ട. കാര്യം എനിക്ക് ഗാഥയെ കരയിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിലെ കഥാപാത്രം കരയുന്ന കഥാപാത്രമാണോ? എപ്പോഴും അതുകൊണ്ടാണ് കരച്ചില്ല. ആണോ?
ഇപ്പോൾ ഈ സിനിമയിലൊക്കെ ഇഷ്ടംപോലെ കാസ്റ്റിംഗ് കോച്ചൊക്കെ വരുന്നുണ്ടല്ലോ, കാസ്റ്റിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? ഇങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷെ വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ കാരണം വീട്ടിൽ എന്താണ് ഇഷ്യൂ? വീട്ടിൽ അച്ഛന് ഇഷ്ടമാണ്, എന്നാലും സേഫ് ആണോ എന്നൊക്കെ. അച്ഛൻ എന്താ ജോലി? അച്ഛൻ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. അമ്മ? അമ്മ ഹൗസ് വൈഫ്. വേറെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ? വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഒരു മോള്. അപ്പൊ കുറച്ചും കൂടെ കെയർ ആയിരിക്കും. പക്ഷെ സിനിമ എന്ന് പറയുന്നത് ഡേഞ്ചർ സംഭവമൊന്നുമല്ല കേട്ടോ. നമുക്ക് എപ്പോഴും സേഫ് തന്നെയാണ്. സിനിമ എന്ന് പറയുന്നത് സേഫ് തന്നെയാണ്, എല്ലാവർക്കും ഉപജീവന മാർഗമാണ്, എല്ലാവരുടെയും ഡ്രീമാണ് സിനിമ എന്ന് പറയുന്നത് അല്ലേ? പിന്നെ എന്താണ് പിന്നെ അച്ഛൻ അങ്ങനെ പറഞ്ഞത്, എന്താണ് സേഫ് ആണെന്നൊക്കെ? അച്ഛന് അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ്, കുറച്ച് പേടിയുണ്ട്, ആ ഒരു ഫീൽഡ് കുറച്ച് പേടിയുണ്ട്. കൺവിൻസ് ചെയ്തിട്ടൊക്കെ. അങ്ങനെയാണെങ്കിൽ സിനിമയും സീരിയലും ഒക്കെ പേടിക്കണ്ടേ? സിനിമയും സീരിയലും ഒക്കെ പേടിയാണ്. ഞാൻ ഒരുപാട് അച്ഛൻ്റെ അടുത്ത് അച്ഛൻ സേഫാണ്, അമ്മയും കൊണ്ടാണ് പോകുന്നത്, എല്ലാം ഓക്കെയാണ്. പിന്നെ ഈ സെറ്റ് ഭയങ്കര സേഫാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സെറ്റ്. ഈ സെറ്റ് അത് മാത്രമല്ല, ഈ സീരിയലും ഇപ്പോൾ വന്നപ്പോൾ മനസ്സിലായില്ലേ സേഫാന്നുള്ളത്? മനസ്സിലായി, എല്ലാം സേഫ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഹലോ എൻ്റെ സാർ, ഞാൻ ഇന്നേർ വെച്ചിട്ടുണ്ട്. അപ്പം ഡയറക്ടർ പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ലെന്ന്, അതായത് സിനിമയും സീരിയലോട്ട് പറയാൻ. എന്താ ഒരു മിനിറ്റ് സാർ, അനുഷേട്ടാ വെച്ചോ അത് വെച്ചോ. എന്താ പറയുന്നത് പുള്ളി? സാർ ശരി സാർ അതെ, അങ്ങനെ പറയാൻ പാടില്ലത്, അത് മോശമല്ലേ അങ്ങനെ പറയുന്നത്? അതന്നല്ലേ പറയാം സാർ, അതന്നല്ലേ പറഞ്ഞേ ചേട്ടാ? അയ്യോ അല്ല അങ്ങനെ അതെന്താ അങ്ങനെ പറഞ്ഞേ പെട്ടെന്ന്? അത് ഇപ്പോൾ ഒരു ചാൻസ് കിട്ടി വിചാരിച്ചു സിനിമയിലേക്ക്, എന്ത് ചെയ്യും? അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? അത് നഷ്ടപ്പെട്ടില്ലേ? നഷ്ടപ്പെടും. അല്ല പിന്നെ ദൃശ്യം അങ്ങനെ പറയാൻ പാടില്ല ദൃശ്യം, കാര്യം ഞാനുമല്ല, അതുകൊണ്ടാണ് ഞാനതുകൊണ്ടാണ് മാറ്റിയെടുക്കാൻ നോക്കിയത്. എന്നുവെച്ചാൽ അങ്ങനെ പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒത്തിരി കോൺസിക്വൻസ് നേരിടേണ്ടി വരും, സോഷ്യൽ മീഡിയയിൽ വരേണ്ടി വരും. ഇതിപ്പോൾ ഇടുമ്പം എയറിൽ പോകും, ഞാൻ എന്ത് ചെയ്യും? അല്ല എനിക്ക് അതാണ്, ഞാൻ ഇന്നേരം വെച്ചിട്ടുണ്ട്. നമുക്ക് എൻ്റെ ഫോൺ ഓണാണ്, ഡയറക്ടറെ കേട്ടോണ്ടിരിക്കുക നമ്മുടെ ചാനലിൽ. അപ്പോൾ അത് നമ്മൾ ചോദിക്കുക, നിങ്ങൾ പറയാം. അപ്പം ഒന്നാമത് എക്സ്റ്റാബ്ലിഷ് ആവുന്നേ ഉള്ളൂ, ആയി വരുന്നേ ഉള്ളൂ, പിച്ച് വെച്ച് വരുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ പറയുമ്പം ഇപ്പം എന്താ ചെയ്യാൻ ചേട്ടാ? എടുക്കണ്ടെന്നാ പറഞ്ഞത്. ഇൻ്റർവ്യൂ എടുക്കണ്ട എന്നുള്ള ഇതിൽ. പക്ഷെ എനിക്ക് സാർ ഒന്ന് എടുത്തോട്ടെ, കാര്യം പാവമല്ലേ കുട്ടി. ഓക്കെ സാർ, ഓക്കെ. ഒരു തെറിവിളി. അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി. അങ്ങനെ പറഞ്ഞുകൂടെന്ന് അറിയത്തില്ലേ? ഇയാളെ പിന്നെ എന്തിനാണ് ഇരുന്നത്? ഫസ്റ്റ് ടൈം ആണ് പിന്നെ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നത് എന്തിനാണ്? ഞാൻ ആദ്യം ചോദിച്ചില്ല, ഫസ്റ്റ് ടൈം ആണോ ചോദിച്ചില്ലേ? ഞാൻ പറയില്ല, ഞാൻ എത്ര ഇൻ്റർവ്യൂ എടുത്തിട്ടിരിക്കുന്ന ഒരാൾ. അപ്പോൾ എന്നോട് വന്നിരിക്കുമ്പോൾ കുറച്ച്, അല്ലെങ്കിൽ ആ വരുന്നത് പറയണ്ടേ, ഫസ്റ്റ് ടൈം ആണെന്ന് പറയണ്ടേ? അല്ല ഇങ്ങനെ പോകാൻ എങ്ങനെ ചാൻസ് കിട്ടും പറ? ഇപ്പോൾ സിനിമയിൽ പോകണമെന്ന് പറഞ്ഞു, ഇപ്പോൾ സിനിമയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു, സിനിമയിൽ പോകുന്നത് സേഫ് അല്ലെന്ന് അച്ഛനോട് ആരെങ്കിലും പറഞ്ഞതെന്ന് പറഞ്ഞു. അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ സീരിയലിലോട്ട് വന്നത് അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, ഇപ്പൊ സേഫാ അങ്ങനെ പറയുമ്പോൾ എത്ര ആൾക്കാർ തെറ്റിദ്ധരിക്കും. ബാക്കിയുള്ള പിന്നെ എന്താണ് താങ്കളുടെ പ്രായത്തിലുള്ള, ഇപ്പോൾ എത്ര വയസ്സായി? 23. അപ്പം ദൃശ്യ 23 വയസ്സുള്ള ബാക്കിയുള്ള പെൺകുട്ടികളൊക്കെ വിചാരിക്കുന്നത്, ഇപ്പോൾ ദൃശ്യയുടെ വാക്ക് കേട്ടിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കത്തില്ലേ സിനിമ മോശമാണെന്ന്? അപ്പം ഞാൻ എത്രമാത്രം പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റും? സിനിമ മോശമാണെന്നല്ല ചേട്ടാ പറഞ്ഞത്, പുള്ളി എടുക്കണ്ടെന്ന് പറഞ്ഞത്. അല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ പറഞ്ഞത് റോങ് മെസ്സേജ് അല്ലേ ചേട്ടാ? അപ്പോൾ ബാക്കിയുള്ള വരാനിരിക്കുന്ന പെൺകുട്ടികൾ എന്ത് ചെയ്യും? അപ്പോൾ അവരൊക്കെ തെറ്റിദ്ധരിക്കത്തില്ല സിനിമയിലുള്ളവരൊക്കെ തെറ്റായിട്ടുള്ള ആൾക്കാരാണ്? സാറേ എന്താ പറയുന്നത് സാറേ? ഇപ്പോൾ ക്യാമറ ഓണാക്കി. ഓ എടുക്കണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് പറയുന്നത് അത് ഫസ്റ്റ് ടൈം അല്ലേ? സിനിമ പേടിയാണ്, അല്ല അപ്പോൾ അതിനർത്ഥം സിനിമയിൽ വരുന്നവരെല്ലാം മോശമെന്നല്ലേ പറയുന്നത്? അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നവർ മോശമെന്നാണോ പറയുന്നത്? അപ്പോൾ എന്താ പറഞ്ഞതിൻ്റെ കാരണം? എന്താ പറഞ്ഞത് കാരണമല്ല, ഈ അച്ഛൻ ഒറ്റ മകളല്ലേ, അപ്പൊ അതിന് എത്ര പേർക്ക് ഒറ്റ മകളുള്ളവർ അഭിനയിക്കാൻ പോകുന്നുണ്ട്? ഇല്ലേ, പോകുന്നില്ലേ? അങ്ങനെ പറയല്ലേ? ഇപ്പം അഭിനയിക്കാൻ വരുന്നവരൊക്കെ ഒറ്റ മകളായിട്ട് വരാൻ പോവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരൊക്കെ വിടുവോ? വിടുവോ? ദൃശ്യം പറ, അത് വിടുവോ? ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ അച്ഛന് മനസ്സിലായി, അച്ഛൻ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. എന്നോട് ആൻസർ ചെയ്തപ്പോൾ ഞാനൊരു പൊട്ടനായിട്ടോ മണ്ടനായിട്ടോ തോന്നിയോ? ഇല്ല. തോന്നിയോ? ഇല്ല ഏട്ടാ. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്.
വളരെ മോശം. ഇത് എടുക്കണ്ടെന്നാണ് പറയുന്നത്. ഇൻ്റർവ്യൂ പുള്ളി ഇപ്പോഴും പറഞ്ഞിട്ട് എടുക്കണ്ടെന്നാണ്. ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നിരുന്ന് എടുക്കുന്നത് അറിയാമോ. നമുക്കൊരു ആർട്ടിസ്റ്റ് കിട്ടുമ്പോൾ നമ്മളത്ര, ഞാൻ ആദ്യം പറയുന്നത് എക്സ്റ്റാബ്ലിഷ് ആവാത്ത പക്ഷേ ഞങ്ങളെല്ലാവരും ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? ഫസ്റ്റ് ഇൻ്റർവ്യൂ അല്ലേ? ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു, എൻ്റെ ഒരു മാനസികാവസ്ഥ, ഞങ്ങളിതുവരെ കഴിച്ചിട്ട് പോലുമില്ല, മദ്യമല്ല, ആഹാരം കഴിച്ചിട്ട് പോലുമില്ല. അപ്പോൾ കഴിക്കാതെയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ പറ? അല്ല പറഞ്ഞോ, എന്തിനു വേണ്ടിയാ? പറഞ്ഞത് ശരിയാണോ? ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? കണ്ണോടാ, കരയുന്ന എനിക്കിഷ്ടമല്ല. കണ്ണോടാ കരയുന്ന ഇഷ്ടമല്ല. കണ്ണ് തുടച്ചോ. ചെറിയൊരു പ്രാങ്കായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഇന്റർവ്യൂ അല്ലായിരുന്നോ? അപ്പം എന്തെങ്കിലുമൊക്കെ തരണ്ടേ? സോറി കേട്ടോ. ഇതൊരു അതാ കണ്ണ് നിറഞ്ഞ ആളുടെ വേണേ തന്നെ ഇടിച്ചോ. ഇതാണ് പറഞ്ഞത്, ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ചെറിയ എന്തെങ്കിലുമൊക്കെ. അയ്യോ കരയില്ലേ. ക്യാമറ ആ ചേട്ടൻ എടുത്തോണ്ടിരിക്കുക. ഞാൻ എന്റെ ചെവിയിലൊക്കെ ഒന്നുമില്ല. ആ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നത് ചുമ്മാ അദ്ദേഹത്തിന് ഈ ക്യാമറ കൂടെ കേൾക്കാറുള്ളതാ. എന്റെ ചെവിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഈ ചെവിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഒരു സ്റ്റണ്ടല്ലാതെ. വിളിച്ചോണ്ടെന്ന പയ്യൻ പറഞ്ഞു ധൈര്യമായിട്ട് കൊടുത്തോളം പറഞ്ഞു. സോറി കേട്ടോ, സോറി ഡിയർ. ഇപ്പൊ ഇനി അടുത്ത ഇന്റർവ്യൂ വരുമ്പോഴത്തേക്കിന് കുറച്ച് സ്ട്രോങ് ആയി ബോൾഡായിട്ട് സംസാരിക്കണം കേട്ടോ. ഇനി അങ്ങനെ സംസാരിക്കണം. മോള് പറഞ്ഞ കറക്റ്റാണ്. കാരണം ചില അച്ഛന്മാർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. അത് അച്ഛൻ പറഞ്ഞത് അച്ഛൻ്റെ കെയറിങ് ആണ് പറഞ്ഞത്. പക്ഷേ അച്ഛനോട് പറയാനായിട്ട് സേഫാണ്. നമ്മൾ എങ്ങനെയാണോ അതുപോലെ പോകും കേട്ടോ. നമ്മളെങ്ങനെയാണ് അതുപോലെ തന്നെ പോകും. അപ്പോൾ അങ്ങനെ നിൽക്കുക കേട്ടോ. ഇനി എന്താ വിശേഷം പറയാനുള്ള പറ. കുറച്ചുകൂടെ കഴിയുന്നെങ്കിൽ തീർന്നു. അല്ല, പുള്ളിക്കാരി കുറച്ച് ഭയങ്കരമായിട്ട് എന്താണ് ബ്ലഷ് ചെയ്യുന്നു, ഷിവർ ചെയ്യുന്നു, ഇങ്ങനെ വിറയ്ക്കുകയാണ് ഫുള്ളായിട്ട്. കരഞ്ഞ് പിന്നെ മേക്കപ്പ് ഇട്ടിട്ടുണ്ടല്ലേ? ഇതിനുള്ള വേഷമാണോ? വേറെയാണ്. അപ്പൊ അന്നേരം വേണ്ട, ഇത് കരയിച്ചിനി അവസാനം ഡയറക്ടറുടെ വായിരിക്കുന്നത് ഞാൻ കേൾക്കണ്ടല്ലോ. പറ, ഇനിയിപ്പം വിശേഷങ്ങളിലേക്ക് പോകാം നമുക്കല്ലേ? ഇപ്പൊ സ്ട്രോങ് ആയോ? ഇപ്പൊ ഓക്കെ ആയല്ലോ? ഓക്കെ ആണോ? പറയൂ. കോളേജിലൊക്കെ ഫ്രണ്ട്സൊക്കെ എന്ത് പറയുന്നത് ഇത് കണ്ടിട്ട്? ഇപ്പം എനിക്ക് തോന്നുന്നു ഭയങ്കര കാമൻ കോയറ്റായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അല്ലേ? പയ്യെ സംസാരിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ സംസാരിക്കുന്ന ഒരാൾ സീരിയലിലേക്ക് വന്നപ്പം ഫ്രണ്ട്സൊക്കെ എന്ത് പറഞ്ഞു? ഫ്രണ്ട്സൊക്കെ ഭയങ്കര ഷോക്കായി. കാരണം ഞാൻ അങ്ങനെ ആ ഒരു ഇതിലോട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ആക്ടിങ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കോളേജൊക്കെ വിട്ട സമയത്താണ് ഇങ്ങനെ റീലൊക്കെ എടുത്ത് തുടങ്ങിയത്. അങ്ങനെയാണ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിയാണ്. ഈ ഡാൻസ്, പാട്ട്, അങ്ങനെ മോണോ ആക്ട്, ചില ആൾക്കാർ അങ്ങനെയാണ് വരാറുള്ളത്. ഇതിലേതാണ് ഏറ്റവും ഇഷ്ടം? ഏതാണ്? എനിക്ക് ഇഷ്ടം ഡാൻസ് ആണ്. ഡാൻസ് കളിക്കാറുണ്ടോ? ഡാൻസ് കളിക്കാറുണ്ട്. പഠിച്ചിട്ടുണ്ടോ? പഠിക്കുന്നുണ്ട്. ക്ലാസിക്കൽ ഡാൻസ്. അതാ ചോദിക്കാൻ വന്നത്. അതായത് നമ്മൾ ഓരോരുത്തർ അപ്പിയറൻസ് കാണുമ്പോൾ അറിയാം അവർ ഏതൊക്കെ കാറ്റഗറിയിലുള്ളത് പഠിക്കും എന്നുള്ളത്. പാട്ട് പാടാറുണ്ടോ? പാട്ട് പാടാറുണ്ട്. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞായിരുന്നു, ഡയറക്ടർ പറഞ്ഞായിരുന്നു. അതായത് വന്ന ദൃശ്യം നന്നായിട്ട് പാടും, രണ്ടുപേരും പാടിക്കണേ എന്ന് പറഞ്ഞായിരുന്നു. സീരിയസ്ലി, ഇത് പ്രാങ്കല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഇവിടെ ഉള്ള ഓരോരുത്തരെ കുറിച്ചും പുതിയ ആൾക്കാർ നമുക്കെല്ലാം അറിയില്ലല്ലോ, എല്ലാവരെ കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ പേര് ആദ്യം വന്നപ്പോൾ ചോദിച്ചത്. രണ്ടൊരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട്. എന്തായാലും പ്രാങ്ക് കിട്ടിയല്ലേ, എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇനം പൂത്തനാ മധു തേടിപ്പോയി ദൂരെ താഴെ കതിരാർന്നു പൂവനങ്ങൾ. അടിപൊളി പാട്ട് കേട്ടോ. അതും ഒരു സെമി ക്ലാസിക്കൽ തന്നെ പിടിച്ചല്ലേ? ഫസ്റ്റ് ടൈം ഇന്റർവ്യൂ ആയിട്ടല്ലേ? വീട്ടിലൊക്കെ അങ്ങനെ പാടാറുണ്ടോ? വീട്ടിൽ പാടാറുണ്ട്, പക്ഷെ ഇപ്പൊ കുറച്ച് പാളിപ്പോയോ എന്നൊരു സംശയം. ഇല്ല, അത് ഈ ഇന്റർവ്യൂവിന്റെയും ഒരു പ്രാങ്ക് കിട്ടിയതിൻ്റെ ഒക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു. എങ്കിലും പാടാൻ അറിയാമെന്ന് ഫസ്റ്റിലെ മോഹം എന്ന് പാടിയപ്പോഴേ മനസ്സിലായി കേട്ടോ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ ഇന്റർവ്യൂ എടുക്കുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ, പുതിയ ആൾക്കാരെ കുറിച്ച്. വേറെ ഈ പുറത്തിറങ്ങുമ്പോൾ ഉള്ള ആൾക്കാരുടെ പ്രതികരണം? ഇത്രയും നാളും സീരിയൽ ചെയ്തിട്ടുള്ളതിൽ അങ്ങനെ പെട്ടെന്നൊന്നും എന്നെ ആരും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ഈ സീരിയലിൽ വന്നതിന് ശേഷം ഒരുപാട് പേര്, കൊച്ചു കുട്ടികളൊക്കെ വന്ന് ഗാഥ ചേച്ചി അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര അവരുടെ പ്രായത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ്. അതെ, കൊച്ചുകുട്ടികളുടെ പ്രായത്തിലുള്ള ആൾക്കാരെ അതേ സെയിം പ്രായത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ തിരിച്ചറിയും.
പുള്ളിക്കാരി ആദ്യം എല്ലാം വിശ്വസിക്കും. ട്യൂബ്ലൈറ്റ് ആണെന്ന് തോന്നുന്നു, ലേറ്റായിട്ടേ കത്തത്തോളല്ലേ. അപ്പൊ ഇപ്പൊ ഹാപ്പി അല്ലേ? ഇന്റർവ്യൂ ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. വളരെ ഹാപ്പി അല്ലേ? സേഫ് അല്ലേ? ഇടയ്ക്കൊക്കെ ഞാൻ ചൂടാവും കേട്ടോ, ഇടയ്ക്കൊക്കെ അറിയിക്കാൻ നോക്കും. ഇനിയില്ല. പിന്നെ ഈ പറഞ്ഞ കഥാപാത്രങ്ങൾ ഇങ്ങനെ ഈ ഇപ്പൊ സീരിയൽ വന്നതിന് ശേഷം സിനിമയിൽ കറക്റ്റ് ആപ്റ്റായിട്ട് ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. ചില നമ്മുടെ ഈ എന്താ പറഞ്ഞത്, നമ്മുടെ വിനു മോഹൻ ചേട്ടൻ്റെയൊക്കെ സിനിമകളുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമയിലൊക്കെ ഒരു നായികമാർ വരുന്നുണ്ട്. അതുപോലത്തെ നായികമാരുടെ ഫേസാണ് നമ്മുടെ ദൃശ്യയുടെ ഫേസിലുള്ളത്. ഏതെങ്കിലും സിനിമയിലേക്ക് ട്രൈ ചെയ്തിട്ടുണ്ടോ? അതായത് കിട്ടിയിട്ട് പോവാതിരുന്ന സിനിമയുണ്ടോ? ചേട്ടാ ഒരു ചെറിയൊരു റോളാണെങ്കിൽ കിട്ടിയിട്ടുണ്ട്, പക്ഷെ എനിക്കൊന്ന് പോവാൻ പറ്റിയില്ല, വയ്യായിരുന്നു. അത് ഏത് സിനിമയായിരുന്നു? അത് മോഹൻലാലിന്റെ സിനിമ, ലാലേട്ടന്റെ പടം. ചെറിയ റോളാ. എനിക്ക് അതൊന്നും ചെറുതായിക്കോട്ടെ, ഒന്ന് പാസ് ചെയ്താൽ മതി. ലാലേട്ടനോടെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സീനിലാണ്, അദ്ദേഹത്തിനോടൊപ്പം ഉള്ള സീൻ. അല്ലല്ല, ഇന്റർവ്യൂ ചെയ്യുന്നതാണ് ഇങ്ങനെ ന്യൂസ് റിപ്പോർട്ടറായിട്ട്. കളഞ്ഞില്ലേ? അത് പോയി. കാര്യം ലാലേട്ടൻ്റെ അടുത്ത് കാണാൻ എത്രയോ ആൾക്കാർ കൊതിക്കുന്നതല്ലേ. അതിനകത്ത് ഇപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ സീൻ വന്നാൽ, ഇനിയിപ്പോൾ അങ്ങനെ ഒരു വേഷം വന്നാൽ പോകും, ഉറപ്പായിട്ട് പോകും. അപ്പൊ അച്ഛൻ എങ്ങനെ നമ്മളെ കൺവിൻസ് ചെയ്യും? അച്ഛൻ കൺവിൻസ് ചെയ്തു. ഇപ്പൊ അച്ഛൻ സെറ്റാണ്, സീരിയലൊക്കെ വിട്ട് ഇപ്പൊ സെറ്റാണ്. ഇപ്പൊ ആരാ കൂടുതൽ, അച്ഛനാണോ? അല്ല, അമ്മ. പഞ്ചായത്തിലെ പ്രസിഡന്റ് ആണോ അതോ സെക്രട്ടറി ആണ്? അപ്പം നമുക്ക് അവിടെ ഇരുന്നേ പറ്റുള്ളൂ, പല കാര്യങ്ങൾ നോക്കണ്ട. അച്ഛന്റെ പേര് മുരളീധരൻ, അമ്മ സുജ. അപ്പം ഈ ദൃശ്യ മാധ്യമങ്ങളിലേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമായിരുന്നു വീട്ടില് അച്ഛനാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. അച്ഛന് അത്രയും പോകണ്ടെന്ന്. അച്ഛൻ സീരിയലൊക്കെ കറക്റ്റ് സമയമാകുമ്പോ അമ്മ ഇടുന്നതിന്, ഞാനും ഒക്കെ ഇടുന്നതിന് മുന്നേ ഫസ്റ്റിലെ ഇട്ട് കണ്ടോണ്ടിരിക്കും. അതെന്താ അറിയോ, ഈ പെൺമക്കൾക്ക് ഏറ്റവും കൂടുതൽ അച്ഛന്മാരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. അച്ഛന്മാർക്കും അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഈക്വൽ ആണ്, പക്ഷെ എങ്കിൽ പോലും ഒരു പൊടിക്ക് അച്ഛന്മാരോടാണ് കൂടുതൽ പെൺമക്കൾ ഇഷ്ടം, അല്ലേ? കറക്റ്റ് അല്ലേ പറഞ്ഞത്? ഈ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് സ്ട്രിക്റ്റ് ആവാറുണ്ട് വീട്ടിലങ്ങനെ സ്ട്രിക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് കലയും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? സ്ട്രിക്റ്റ് ആയിരുന്നു. പഠിക്കുന്ന സമയത്ത് പഠിത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയത്. ഇനി എന്താവാനാണ് ആഗ്രഹം, സിനിമയിലായാലും ജീവിതത്തിലായാലും ലൈഫിലായാലും? എനിക്ക് ആക്ട്രസ് ആവാൻ തന്നെയാണ് ആഗ്രഹം. ആക്ട്രസ് ആവാനാണ്. അപ്പൊ അത് നോക്കി പറഞ്ഞു, ഡയറക്ടർമാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡയറക്ടർമാരുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ വിളിക്കണം. എന്തിനാന്നൂടെ പറ, ഞാൻ നന്നായിട്ട് അഭിനയിക്കും. അപ്പം ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ദൃശ്യയെക്കുറിച്ച് പറയാനാണ്. വളരെ എന്താണ് സാധുവായിട്ടുള്ള കുട്ടിയാണ്. ആദ്യം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ പടി ചവിട്ടി കയറുമ്പോൾ ജാടായിരിക്കുമോ? അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഡയറക്ടേഴ്സ് ഇത് കാണുന്നുണ്ട്, നമ്മുടെ ചാനൽ കാണുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ന്യൂ ഫേസസിന് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ദൃശ്യ റെഡിയാണ് വരാനായിട്ട്. ഒന്ന് സ്ക്രീൻ ടെസ്റ്റോ ഒക്കെ ചെയ്തു നോക്കും അല്ലേ? ഏതെങ്കിലും ഓഡിഷന് പോയിട്ടുണ്ടോ? സിനിമയുടെ ഓഡിഷന് പോയിട്ടില്ല. സീരിയലിൽ പോയത് ഓഡിഷന് പോയിട്ട് കിട്ടിയാണോ അല്ലാതെ വിളിച്ചാണോ? അല്ലാണ്ട് ഡയറക്റ്റ് വിളിച്ചു. ഫസ്റ്റ് സീരിയൽ ഏതായിരുന്നു? ഫസ്റ്റ് സീരിയൽ മിഴി രണ്ടിലും. അത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പിന്നെ സി കേരളത്തില് അതില് ഓഡിഷനോട് വന്നതാണോ? അതിൽ എത്ര എപ്പിസോഡ്? അതില് എത്ര എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്? അത് 2 ഷെഡ്യൂൾ 2-3 ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷമുള്ള സീരിയൽ അതിന് ശേഷമാണ് നമ്മളിലോട്ട് വരുന്നത്, ഏഷ്യാനെറ്റിൽ. അതെ. അതിപ്പോ ഇല്ലാന്ന് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിന്റെ ബേസ് ചെയ്തിട്ടുള്ളത്. ആ കൂട്ടത്തിലുണ്ടോ? ആ വില്ലത്തിയുടെ കൂടെ അല്ലാണ്ട് ഓപ്പോസിഷൻ ആണ്. മൂന്നാമത്തെ സീരിയൽ കോൺസ്റ്റബിൾ മഞ്ജു, നാലാമത്തത് ചന്ദ്രകാന്തം. അത് വേറെ കാര്യമുണ്ട്, നല്ലൊരു ചാനലിലേക്കാണ് വന്നിരിക്കുന്നത്, ഏഷ്യാനെറ്റ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ. അത് കണ്ടിന്യൂ ചെയ്യുക, എന്ത് കാരണവശാലും വിടരുത് കേട്ടോ. ഇപ്പം സീസൺ 7 ബിഗ് ബോസിൽ വരാൻ പോവാണ്. ഇപ്പം അതിന്റെ ഓഡിഷൻസ് ഒക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. അതിനകത്ത് ഒരു കൈ നോക്കുന്നുണ്ടോ? പോയി കഴിഞ്ഞാൽ എന്നും കരയാനേ ചാൻസ് ഉള്ളൂ. എന്നും കരയത്തേ ഉള്ളൂ, അതിലൊരു സംശയമില്ല. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് പോകും അല്ലേ? അപ്പൊ എന്തായാലും ആ ഓഡിഷനോട് ഏഷ്യാനെറ്റിൽ ആരെങ്കിലും ഒക്കെ അറിയിക്കുമ്പോൾ പോകണം കേട്ടോ. അത് പോയി എന്താണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലേ? അപ്പൊ നമ്മുടെ മൂവി വേൾഡ് മീഡിയയിലെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അപ്പൊ എല്ലാരും ഇത് കാണണം, ചേട്ടന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഞാൻ വർക്ക് ചെയ്യുന്ന ചാനൽ. ഓക്കെ, ചേട്ടൻ വർക്ക് ചെയ്യുന്ന ചാനൽ സപ്പോർട്ട് ചെയ്യണം. മൂവി വേൾഡ് മീഡിയ സപ്പോർട്ട് ചെയ്യണം. ചേട്ടൻ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഫസ്റ്റ് ഞാൻ കുറച്ചൊന്ന് പേടിച്ചെങ്കിലും ഇപ്പൊ ഓക്കെയാണ്, സെറ്റാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ 2025 ആകുമ്പോഴത്തേന് ലാലേട്ടനൊപ്പം അല്ലെങ്കിൽ മമ്മൂക്കാടൊപ്പം തന്നെ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പൊ എല്ലാവിധ ഭാഗങ്ങളും സോറി ഫോർ ദാറ്റ്, ആ ഒരു ചെറിയ ഇൻസിഡന്റ് കേട്ടോ. അതിനുശേഷം ഹാപ്പി ആയത്? അതിനുശേഷമാണ് നന്നായിട്ട് ഹാപ്പി ആയത്. താങ്ക് യു ഡിയർ. താങ്ക് യു ചേട്ടാ, താങ്ക് യു.